ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കാരണം എന്ന് പറഞ്ഞാൽ ഞാനിതിപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 1 വർഷം ഏകദേശം ആവാറായിട്ടുണ്ട്. അതിലിതാ അപ്പോൾ ഈ അടുത്താണ് കേട്ടോ നമ്മുടെ ലോങ് വീഡിയോയ്ക്ക് 1K ആയത്. ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ അതാ 2 ദിവസം മുന്നേട്ട് നമ്മുടെ ലോങ് വീഡിയോയ്ക്ക് ഒരു ഡ്രസ്സിൻ്റെ വീഡിയോയ്ക്ക് 1K ആയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ആദ്യം നമ്മളൊരു ചാനൽ തുടങ്ങിയിട്ട് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്താ പറയുക, ഒരു 100 വ്യൂസോ അല്ലെങ്കിൽ ഒരു 500 വ്യൂസൊക്കെ ഭയങ്കര സന്തോഷമായിട്ട്. ഇപ്പം അതിലേറെ എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും വലിയൊരു സന്തോഷം തന്നെയാണ്. ഒരു 1K വ്യൂസ് ആയിട്ടുണ്ട്. ഷോർട്സ് വീഡിയോയ്ക്ക് ചില സമയത്തൊക്കെ നമുക്ക് 1K ആവാറുണ്ട്, പക്ഷേ ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വിശേഷങ്ങൾ പറഞ്ഞാലോ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മഷ്റൂമിൻ്റെ ഒരു ഫാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ കൂന് കൃത്രിമമായിട്ട് ഉണ്ടാക്കുക. ഇവിടെ ചേലക്കര മേപ്പാടത്താണ് കേട്ടോ സ്ഥലം. ഇതിന് മുന്നേ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 4-5 ആൾക്കാർ കൂടിയിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. ഇപ്പോൾ നമുക്കൊരു ഗവൺമെൻറ് അംഗീകൃതമായിട്ടൊരു സ്ഥലം നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് കൂന് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുതിയതായിട്ട് നമ്മളൊരു മഷ്റൂമിൻ്റെ ഫാം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഇതാ ഈ മഷ്റൂം നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ വീട്ടിലല്ല, എല്ലാവരും കൂടിയിട്ട് ഒരു സ്ഥലത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ആദ്യം നമ്മൾ ഈ മഷ്റൂം ചകിരിച്ചോറിൽ അതുപോലെ വൈക്കോലിലൊക്കെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഏറ്റവും സിമ്പിളായ രീതിയാണ് പെല്ലറ്റിൽ. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ എന്ത് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സ്ഥലമൊക്കെ ഒന്ന് ഫുള്ള് നീറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. വല്ല എന്താ പറയുക, കാട് പിടിച്ച പോലെ കേട്ടോ എടുക്കുന്നുണ്ടായിരുന്നത്. അവിടെ പോയി നോക്കിയപ്പോൾ ഉള്ളിലേക്ക് കയറാൻ പറ്റിയ സാഹചര്യം ഒന്നല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളവിടെ പോകുമ്പോൾ തന്നെ അവർ ഒരാളെയും കൊണ്ട് ഫുള്ള് വെട്ടി നിരപ്പാക്കുന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ വൃത്തിയാക്കി നമ്മൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ ആ ഒരു ഹോളിൽ ഇങ്ങനെയായിരുന്നു കേട്ടോ അവസ്ഥ ഉണ്ടാകുന്നത്. എന്താ പറയുക, കുറേ നാളായിട്ട് ഉപയോഗിക്കാതെ കിടന്നിരുന്ന സ്ഥലമില്ലേ, അപ്പോൾ പൊടിയും ഇലകളൊക്കെ വീണിട്ട് ആകെ ഒരുമാതിരി അണ്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെയൊക്കെ ഫുള്ള് വൃത്തിയാക്കി. പിന്നെ അതുപോലെ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ മഷ്റൂമിൻ്റെ പേരിൽ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കുറച്ച് വിത്തും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുള്ളത്. ഇനിയും കൂടുതലായിട്ട് വിപുലമായ രീതിയിൽ ചെയ്യാനാണ് നോക്കണത്. ഇത് നമ്മുടെ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ചെറിയൊരു വീഡിയോ. അപ്പോൾ എന്തായാലും അത് കൂനൊക്കെ ഉണ്ടായതിന് ശേഷം ഞാൻ അതിൻ്റെ ഒരു ലോങ് വീഡിയോ എന്തായാലും ഇടുന്നതായിരിക്കും. നമ്മളിതാ കൃത്രിമമായ കൂനിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് കേട്ടോ നമ്മളവിടുന്ന് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് നമുക്ക് സൂപ്പർ അടിപൊളി നാടൻ കൂന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴാണെന്ന് വെച്ചാൽ പൊട്ടിക്കാനായിട്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. അതങ്ങനെ പിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, നല്ല മൊട്ടായിരുന്നു. നമ്മുടെ ഈ നാടൻ കൂനും അതുപോലെ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന കൃത്രിമമായിട്ട് ചെയ്യുന്ന ഈ കൂനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ ഈ കഴിക്കുന്ന നാടൻ കോഴി ചിക്കല്ലേ, ആ കോഴിയും പിന്നെ ബ്രോയിലർ കോഴിയില്ലേ, അത് തമ്മിൽ എന്താ വ്യത്യാസം? വേവ് കുറവും കുറച്ച് കൂടുതലും അങ്ങനെ തന്നെയല്ലേ. അതുപോലെ തന്നെയാണ് കേട്ടോ ഈ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ചെടുക്കുന്ന കൂനും അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന കൂനും തമ്മിലുള്ള വ്യത്യാസം. ഒന്നിന് വേവ് കൂടുതലായിരിക്കും, മറ്റൊന്നിന് വേവ് കുറവായിരിക്കും. നല്ല പോലെ മണ്ണും ചെളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴുകി ആ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു. ഞാനല്ല കേട്ടോ അമ്മ. ഞാനിതേ വെറുതെ നോക്കി നിന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാ അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ വീട്ടിൽ കുറച്ച് അവിയൽ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അവിയൽ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവിയൽ ഉണ്ടാക്കണതാണ് കേട്ടോ. അവിടെ എൻ്റെ പിറന്നാളിന് ഏട്ടൻ്റെ വീട്ടിലാണല്ലോ നമ്മൾ അവിയലൊക്കെ വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് വിചാരിച്ചു ഇവിടെ വീട്ടിൽ വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഉണ്ടാക്കുമ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, ഞാൻ ഉണ്ടാക്കിയ അവിയൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു, അമ്മ ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കൂനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പരുവാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കഴുകി വൃത്തിയാക്കിയപ്പോഴേക്ക് അവയിലേക്കുള്ള മോരും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോ കറക്റ്റ് ഒന്ന് കഴിഞ്ഞ് ഒന്നായിട്ട് അങ്ങനെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെയാണ് കേട്ടോ കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്യുന്നതും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ലോങ് വീഡിയോ 1K ആവാൻ സഹായിച്ചിട്ട് നിങ്ങളെല്ലാവരും കാരണമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ആദ്യം തന്നെ ഒരു താങ്ക്സ് പറയുകയാണ്. എനിക്ക് എന്താണെന്നറിയില്ല, അത്രയും ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ അത് പറയുമ്പോൾ ഉള്ളത്.
ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്താ ഇപ്പോൾ യൂട്യൂബ് ചാനൽ വെറുതെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്താൽ പോരെ, അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്താൽ. സത്യം പറഞ്ഞാൽ അതൊന്നുമല്ല, നല്ല റിസ്ക് ഉള്ള ഒരു പടി തന്നെയാണ് കേട്ടോ യൂട്യൂബ്. എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കൊണ്ട് അത്യാവശ്യം നല്ല റിസ്ക് തന്നെയാണ് കേട്ടോ. റിസ്ക് എന്നല്ല, നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് ചെയ്താൽ നമുക്കതൊരു എന്താ പറയുക സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ അത് എങ്ങനെ പ്രകടിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അതാ അവിയലൊക്കെ അങ്ങനെ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. അവിയലും കൂനൊക്കെ കണ്ടപ്പോൾ എൻ്റെ കൺട്രോള് വിട്ടിട്ടുണ്ടായിരുന്നു. എനിക്കാണെന്ന് വെച്ചാൽ ഭയങ്കര വിശപ്പ്, എന്നും ഇല്ലാത്ത വിശപ്പായിരുന്നു കേട്ടോ എന്നുണ്ടായിരുന്നത്. നമ്മളിവിടെ തന്നെ കൂന് പല രീതിയിൽ വെക്കാറുണ്ട്. ഞാനൊക്കെ വെക്കുമ്പോൾ എന്താ അങ്ങനെ സബോളയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് നമ്മൾ ചിക്കൻ കറി വെക്കുന്ന പോലെ അങ്ങനെയാണ് കേട്ടോ വെക്കാറുള്ളത്. അതുപോലെ തന്നെ ഇവിടെ അമ്മ വേറെ രീതിയിൽ വെക്കും. എന്താ പറയുക, വെറുതെ നമ്മൾ മീനൊക്കെ വാങ്ങിച്ച മുളക് കൂശം വെക്കില്ലേ, അതുപോലെ വെറുതെ മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെക്കാറുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ എന്തോ മല്ലിപ്പൊടിയും മുളക് പൊടിയും വറുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ വെക്കണത്. പക്ഷേ എനിക്ക് കൂടുതലും ഇങ്ങനത്തെ കറികളൊക്കെ വയ്ക്കുമ്പോൾ ഉള്ളിയും തക്കാളിയും വഴറ്റിയതാണ് കേട്ടോ എനിക്ക് കൂടുതലിഷ്ടം. എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയാൻ നിന്നില്ല. പറഞ്ഞാൽ ചിലപ്പോൾ അമ്മ പറയും എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാക്കാൻ പറയും. അതുകൊണ്ട് ഞാൻ പിന്നെ പരീക്ഷണത്തിനൊന്നും നിന്നില്ല കേട്ടോ. അമ്മ ഉണ്ടാക്കണത് കഴിക്കുക തന്നെ ചെയ്തത്. ഇതിപ്പോൾ നാടൻ കൂനാണെങ്കിലും അത്യാവശ്യം നല്ല വേവുണ്ടായിരുന്നു കേട്ടോ. നല്ലതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറേ നേരം വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് ആയി കിട്ടിയത് തന്നെ. നല്ല വേവുണ്ടായിരുന്നു. ഇതുപോലെ ചോറൊക്കെ കഴിക്കുന്നതിന് മുന്നേ കറികൾ എടുത്ത് തിന്നുന്ന എത്ര പേരുണ്ട് എന്നെപ്പോലെ. അവരൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഒന്നുമില്ല, ഞാൻ മാത്രമാണോ ഇങ്ങനെയെന്ന് നോക്കാനാ. എനിക്കിങ്ങനെ ഒരു ശീലമുണ്ട് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങൾ, അതിപ്പോൾ കറി തന്നെ ആവണമെന്നില്ല, എന്തായാലും എന്താ പറയുക, ഞാനൊരു പാത്രത്തിൽ നമ്മൾ കഴിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ എടുത്ത് കഴിക്കാറുണ്ട്. ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. ഞാനിത് കഴിക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനുണ്ടാക്കിയ അവിയലാണ് ടേസ്റ്റ്, അതിങ്ങനെ വെന്തിട്ടൊന്നുമില്ല, നല്ല എന്താ പറയുക വിട്ടിട്ട് കിടക്കുന്നുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു, അമ്മ ഉണ്ടാക്കിയ പോലെ തന്നെ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കഴിച്ച് നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എന്താ പറയുക, കുറച്ച് വേവ് കൂടിയെന്ന് മാത്രം. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു തവണ എടുത്ത് കഴിച്ചിട്ട് പിന്നെ അത് തികയാതെ രണ്ടാമതും പോയിട്ട് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, അവിയൽ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട ഫുഡാണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നും അവിയൽ ഉണ്ടാക്കി തന്നാൽ എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതേ കൂൻകറി ആവാനുള്ള ക്ഷമയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിന് മുന്നേ തന്നെ ഞാൻ ചോറും അവിയലും കൂൻകറി കുറച്ചും എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്മ അതിൽ ഉള്ളിയൊക്കെ വറുത്തിടാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അതിന് മുന്നേ തന്നെയുണ്ട് ഞാൻ എടുത്ത് കഴിച്ചത്. എന്താ പറയുക, ഞാൻ പ്രതീക്ഷിച്ച ആ ഒരു ടേസ്റ്റ് എനിക്ക് കൂൻകറിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു പക്ഷേ ഈ കൂന് വിരിഞ്ഞിട്ടില്ലല്ലോ, മുട്ട ആയത് കാരണമായിരിക്കും. എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല. എന്താ വേവും കുറവ്, എന്താ പറയുക, ആവണേൻ്റെ മുന്നേ എടുത്ത് കഴിച്ച കാരണമായിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞാനിതാ പിന്നെ അവിയൽ കൂട്ടിയിട്ടാണ് ചോറ് കഴിച്ചത്. എന്താണെന്നറിയില്ല, വെറുതെ ഇത്രയും കൂന് കൊടുന്നിട്ട് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഫുള്ള് ആ കൂന് മൊത്തം കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും എന്തോ ഒരു പ്രശ്നം പോലെ വല്ലാണ്ട് ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ കഴിച്ച് ആ ചോറങ്ങോട്ട് അവസാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ ബായ്. പുതുതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബായ്.